ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. വേദിയിലിരിക്കുന്ന സന്യാസിശ്രേഷ്ഠന്മാരെ, ഹൈന്ദവാചാര്യന്മാരെ, നമ്മളായ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ നിന്നും അവിടുത്തെ അയ്യപ്പ ഭക്തരുടെ പ്രതിനിധിയായി എത്തിയിരിക്കുന്ന ശ്രീ അണ്ണാമലൈ അവരുകൾ, കർണാടകത്തിലെ അയ്യപ്പ ഭക്തരുടെ പ്രതിനിധിയായി എത്തിയിരിക്കുന്ന ശ്രീ ജയശ്രീ സൂര്യ അവരുകൾ, ഹൈന്ദവ സംഘടനകളുടെയും മറ്റു ഭക്ത സംഘടനകളുടെയും സമുദായ സംഘടനകളുടെയും പ്രതിനിധികളെ, അയ്യപ്പ വിശ്വാസികളെ, അയ്യപ്പ ഭക്തരെ, പന്തള നിവാസികളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വൈകിയ വേളയാണ്, എങ്കിലും അധികം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് ഈ പന്തളത്ത് ഭഗവാന്റെ പദസ്പർശമേറ്റ ഈ മണ്ണിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് അയ്യപ്പസ്വാമിയുടെ ജന്മദിനമാണ്, ഉത്രം നക്ഷത്രമാണ്. ഈ ഉത്രം നക്ഷത്ര നാളിൽ ഭഗവാന്റെ നാടായ പന്തളത്ത് നാം ഒത്തുകൂടിയിരിക്കുന്നത് അയ്യപ്പ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, ഈ പന്തളത്തിന്റെ മണ്ണിലാണ് യുവതീ പ്രവേശന വിഷയം വന്നപ്പോൾ ആദ്യമായിട്ടും ആ ധർമ്മരക്ഷയ്ക്കായി നമ്മൾ ആബാലവൃദ്ധം ജനങ്ങൾ തെരുവിലേക്ക് നാമജപവുമായി ഇറങ്ങിയത്. അതിന്റെ തുടർച്ചയാണ് കേരളത്തിൽ നിന്നല്ല, ഭാരതത്തിൽ നിന്നല്ല, ലോകമൊട്ടാകെ ആ അയ്യപ്പ ഗീതങ്ങളും ആ ശരണം വിളിയും മുഴങ്ങി. അതുകൊണ്ടാണ് ഭാരതത്തിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ആദ്യമായിട്ട് ഒരു വിധി പ്രഖ്യാപിച്ചതിനെ വീണ്ടും പുനർചിന്തനത്തിന് തയ്യാറായത്. വിശാല ബെഞ്ചിലേക്ക് വിട്ടത് ആദ്യമായിട്ടായിരിക്കും ഭാരതത്തിന്റെ ചരിത്രത്തിൽ. ആ ചരിത്രത്തിൽ തുടക്കമിട്ട മണ്ണാണ് ഈ പന്തളം. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ഒരു അയ്യപ്പ ഭക്തരെ കണ്ടത് ഈ യുവതീ പ്രവേശന വിഷയം നടന്നപ്പോൾ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്താണ്. അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇന്ന് നമുക്ക് പന്തളത്ത് കാണാൻ കഴിയും. ഇവിടെ ടെക്നോളജി ഒന്നുമില്ല. ഇത് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇത് ഫിസിക്കൽ ഇന്റലിജൻസ് ആണ്. ഇവിടെ വന്നിരിക്കുന്നത് ഫിസിക്കൽ ഇന്റലിജൻസ് ആണ്. ഈ ഫിസിക്കൽ ഇന്റലിജൻസ് ഇല്ലാതാവുമ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമുക്ക് സ്വാധീനിക്കേണ്ടി വരുന്നത്. അതാണ് പമ്പയിൽ കണ്ടത്. 2 ദിവസം മുമ്പ് പമ്പയിൽ എന്തൊക്കെയായിരുന്നു പ്രഖ്യാപനം, എന്തൊക്കെയായിരുന്നു പരസ്യം. ഈ ഹൈക്കോടതിയെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചില്ലേ, സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ. എന്താ പറഞ്ഞത്? ശബരിമലയിലെ ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി സർക്കാരിൽ നിന്നോ ദേവസ്വത്തിൽ നിന്നോ 10 പൈസ എടുക്കില്ല. പിന്നെ എങ്ങനെ നടന്നു ഇത്? ഇത്രയും കോടി രൂപയുടെ പരസ്യങ്ങൾ ചെയ്ത് ഈ ഊരാളൂർ സൊസൈറ്റി ഉൾപ്പെടെയുള്ള ശീതീകരിച്ച ബന്ധം ഉണ്ടാക്കാൻ, അവിടെ എത്ര ആൾക്കാരെ പല സ്ഥലങ്ങളിൽ എത്തിക്കാൻ ഈ പൈസ എവിടെ നിർത്തു? ഞാൻ ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുകയാണ്. ഇവിടുന്ന് എവിടെ ഈ പൈസ വന്നു എന്നുള്ള ഒരു ധവളപത്രം അദ്ദേഹം ഇറങ്ങണം. ഈ പൈസ എവിടെ മുടങ്ങി? അദ്ദേഹം പറഞ്ഞു ലോകത്ത് നിന്നല്ല, ശ്രീ വാസവൻ പറഞ്ഞു ലോകമെമ്പാടും നിന്ന് ഇവിടെ അയ്യപ്പ ഭക്തരായ ആൾക്കാർ ശബരിമല വിഭജനത്തിന് പണം ഇറക്കാൻ വരുമെന്ന് പറഞ്ഞു. ഒരാളെ പോലും അവിടെ കണ്ടില്ല. കുറെ പാർട്ടിക്കാർ, ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെയും കൊണ്ട് അവിടെ എത്തിയാൽ അത് അയ്യപ്പ സംഗമമാകുമോ? അത് ഭക്ത സംഗമമാകുമോ? അവിടെ ഭക്തിയില്ല. അത് പിണറായിയുടെ തനിയുടെ സംഗമമായിരുന്നു. അതുകൊണ്ടാണ് അത് കാണിക്കേണ്ടി വന്നത്. ഭക്ത സംഗമം ഇന്ന് എന്തിന്? ഇവിടുത്തെ കാര്യം നോക്കൂ. രാവിലെ നമ്മളുടെ 3 സെമിനാറുകൾ വന്നു. ആ സെമിനാറുകൾക്ക് വലിയ ഹാളൊന്നുമല്ല, ആ ചെറിയ ഹാളായിരുന്നു. എങ്കിലും പന്തളത്തെ സംബന്ധിച്ചോളം പന്തളത്തിന്റെ വലിയ ഹാളായിരുന്നു. പക്ഷെ ആ ഹാളിൽ കൊടുക്കുന്നതിന് 3 ഇരട്ടി ആൾക്കാരാണ് ആ ഹാളിന്റെ പുറത്ത് നിന്ന് കയറാൻ കഴിയാതെ. അതാണ് ഭക്തി, അതാണ് അയ്യപ്പ വിശ്വാസം. ആ ഭക്തിയുടെ പേരിലാണ് ഇവിടെ എല്ലാവരും വന്നത്. അവിടെ വന്നത് അങ്ങനെയല്ല. പിണറായിയെ ഭയന്നിട്ടാണ് വന്നത്. ഇവിടെ ഭക്തിയിലാണ് വന്നെങ്കിൽ അവിടെ ഭയന്നിട്ടാണ് വന്നത്. ഇതാണ് എന്റെ വ്യത്യാസം. പിന്നെ നമുക്ക് ശരീരത്തിൽ നമുക്ക് ദഹിക്കാത്ത, നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ നമ്മൾ അറിയാതെ ഛർദ്ദിക്കും. നമ്മുടെ ശരീരം അവിടെ അതാണ് സംഭവിച്ചത്. പിണറായി വിജയന് വഴങ്ങാത്ത ഗീതാവചനങ്ങൾ ചൊല്ലി അദ്ദേഹം ഛർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പ്രഭാഷണത്തിലോ
ഛർദ്ദിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇടയ്ക്ക് തൊണ്ടയിറങ്ങിയത്, ധാരാളം വെള്ളം കുടിക്കേണ്ടി വന്നത്. കാര്യം അതാണ് കാര്യം. ഒരിക്കലും പിണറായി വിജയന്റെ നാവിന് ചേരുന്നതല്ല ഗീതാവചനങ്ങൾ. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കേണ്ടി വന്നത്. പിന്നെ ഇവിടുത്തെ ഹൈന്ദവ ആചാര്യന്മാരെയും സന്യാസി ശ്രേഷ്ഠന്മാരെയും പേരെടുത്ത് പോറ്റി എന്തിനു വേണ്ടി? ഇതിനു മുമ്പ് ഒരു ദിവസം പറഞ്ഞു, നമ്മുടെ മഹാനായ, നമ്മുടെ ഹൈന്ദവ ആചാര്യനായ, ഇവിടുത്തെ ഏറ്റവും വലിയ സന്യാസി ശ്രേഷ്ഠനായ ശ്രീനാരായണ ഗുരു ഹൈന്ദവ സന്യാസി അല്ല. പിന്നെന്താ, അദ്ദേഹം മാർക്സിന്റെ അളിയനാണ്. അദ്ദേഹം ഹൈന്ദവ സന്യാസി തന്നെയാണ്. പൂർണ്ണമായ ഒരു ശിവഭക്തനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം സ്ഥാപിച്ചത് അങ്ങ് കേരളത്തിന്റെ തെക്ക് നിന്നും കേരളത്തിന്റെ അങ്ങ് വടക്കറ്റം വരെ സ്ഥാപിച്ചതെല്ലാം ശിവക്ഷേത്രങ്ങളായിരുന്നു. അദ്ദേഹം എവിടെയെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു മോസ്ക് നിർമ്മിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അദ്ദേഹം ഹൈന്ദവ സന്യാസി അല്ലാതാവും? ആ ശ്രീനാരായണ ഗുരുദേവനെ പാർട്ടിക്കാരനാക്കി മാറ്റിക്കൊണ്ട് ഇവിടെയുള്ള മറ്റ് ഹൈന്ദവരെയെല്ലാം തന്റെ പാർട്ടിയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 10 വോട്ട് ഹിന്ദുക്കളെ നേടാൻ വേണ്ടിയുള്ള കുടില തന്ത്രം മാത്രമാണ് ഈ പമ്പയിൽ നടന്നത്. അവിടെ പറഞ്ഞു മതേതര ആത്മീയത. എന്തോ മതേതരമാകുമ്പോ ആത്മീയത വരും. എന്താണ് ആത്മീയത? ആ ആത്മീയത എന്ന് പറയുമ്പോൾ മതാധിഷ്ഠിതമാണ്. മതേതരമാകുമ്പോൾ ആത്മീയത ഉണ്ടാവില്ല. അവിടെ പറഞ്ഞു ശബരിമല മതേതര സ്ഥാപനമാണ്. ഒരിക്കലുമല്ല. ശബരിമല എന്ന് പറയുന്നത് ഹൈന്ദവ ക്ഷേത്രം തന്നെയാണ്. അവിടെ കുടികൊള്ളുന്നത് സന്യാസ രൂപത്തിലുള്ള ധർമ്മശാസ്ത്രമാണ്. ആ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ ജീവസമാധിയിലൂടെ വിലയം ചെയ്ത നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പ സ്വാമിയാണ്. ലോകത്തൊരേ ഒരു അയ്യപ്പ ക്ഷേത്രമേ ഉള്ളൂ, അത് ശബരിമല മാത്രമാണ്. മറ്റുള്ളതെല്ലാം ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളാണ്. ആ അയ്യപ്പ ക്ഷേത്രമാണ്. അതാണ് ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. അതൊരു കാനന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ മറ്റു ക്ഷേത്രങ്ങൾ പോലെയല്ല, കഠിന വ്രതം അനുഷ്ഠിക്കണം. അതിനാണ് 41 ദിവസം മണ്ഡല വ്രതം പറഞ്ഞിരിക്കുന്നത്. ആ മണ്ഡല വ്രതം അനുഷ്ഠിച്ച് ഇരുമുടി ശിരസിലേന്തി ആ മല ചവിട്ടി അവിടെ മാത്രമേ 18ാം പടി ചവിട്ടാൻ പാടുള്ളൂ. ആ 18ാം പടി ചവിട്ടി മുകളിൽ ചെല്ലുമ്പോ അവിടെ കാണുന്നത് അയ്യപ്പനെയാണ്. ചെല്ലുന്നതും അയ്യപ്പനാണ്. ശബരിമല മാത്രമാണ് ഭക്തരില്ലാത്ത സ്ഥലം. അവിടെ ചെല്ലുന്ന എല്ലാം അയ്യപ്പനാണ്. അവിടെ അകത്ത് കുടികൊള്ളുന്നതും അയ്യപ്പനാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവോ ബുദ്ധിയോ ഇല്ലാത്ത പിണറായി വിജയൻ അതിനെ മതേതര സ്ഥാപനമാക്കി മാറ്റുന്നു. അദ്ദേഹം പറഞ്ഞതെന്താ? ശബരിമലയിൽ പോകുന്നവർ നേരെ എരുമേലി വന്ന് വാവര കണ്ടുകൊള്ളുന്നു. അവിടുന്ന് നേരെ അർത്തുങ്കൽ പോയി അവിടെ വെളുത്തച്ഛനെത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത്. ഞാൻ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. വാവരുടെ ഒരു പള്ളി എങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? എരുമേലി പോകട്ടെ, ലോകത്തെവിടെയെങ്കിലും ഒരു വാവരുടെ പള്ളി കാണിച്ചു തരാൻ പറ്റുമോ? അവിടുത്തെ മഹത് കമ്മിറ്റി തന്നെ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ നിന്ന് വിധി വാങ്ങിച്ചിട്ടുണ്ട്. അത് വാവൂർ പള്ളിയല്ല, അത് നാങ്ങാർ മസ്ജിദാണെന്ന്. അതുപോലെ അർത്തുങ്കൽ വെളുത്തച്ഛൻ. ആരെ വെളുത്തച്ഛൻ? ഏതോ ഒരു സായിപ്പോട് അച്ഛനായിട്ട് വന്നു. നമ്മളെല്ലാം ഇരുണ്ട് നടക്കാരായതുകൊണ്ട് ആ സായിപ്പ് വെളുത്തിരിക്കുന്നുണ്ട്. ആ സായിപ്പിനിട്ട പേരാണ് വെളുത്തച്ഛൻ. ആ വെളുത്തച്ഛൻ എങ്ങനെ അയ്യപ്പന്റെ സുഹൃത്താവും? അയ്യപ്പന്റെ സുഹൃത്തായി ചീർപ്പന്റെ പഠിച്ചിരുന്നത്, കളരി പഠിച്ചിരുന്നത് വെളുത്തയാണ്. ആ വെളുത്തയല്ല വെളുത്തച്ഛൻ. അപ്പൊ ഇത് ഈ പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കാൻ നേരത്തെ നന്ദകുമാർജി പറഞ്ഞതുപോലെ ഒരു അഫിഡവിറ്റിൽ വഖഫ് ബോർഡിന്റെ അനുവാദം വാങ്ങിക്കണം, അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിന്റെ അനുവാദം വാങ്ങിക്കണം, വാവര പള്ളിയുടെ അനുവാദം വാങ്ങിക്കണം. ശബരിമലയിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ തീരുമാനിക്കേണ്ടത് പിണറായിയോ വഖഫ് ബോർഡോ ക്രിസ്ത്യാനികളോ വാവരൊന്നും അല്ല. ശബരിമല ധർമ്മശാസ്താവിന്റെ വിശ്വാസികളായ ആ ധർമ്മശാസ്താവിന്റെ രക്ഷകരെ പ്രവർത്തിക്കുന്ന അയ്യപ്പ ധർമ്മികളാണ്. അവർ തീരുമാനിക്കും ശബരിമല മാറ്റപ്പെടുത്തുന്നത്. അല്ലാതെ പിണറായി സർക്കാരോ കമ്മ്യൂണിസ്റ്റുകാരോ അല്ല തീരുമാനിക്കുന്നത്. 10 വോട്ടിന് വേണ്ടി നാളെ അയ്യപ്പനെയും നാളെ മറ്റു പലരെയും കൂട്ടുപിടിക്കുന്ന പിണറായി വിജയൻ. ഈ പിണറായി വിജയനെ ഗുരുവായി പോകുന്നത് അവിടെ കാണുന്ന വെളിച്ചത്തിലാണോ നിങ്ങളുടെ കൃഷ്ണൻ ചോദിച്ചത്? നിങ്ങളുടെ കൃഷ്ണനാണ് ചോദിച്ചത്, നമ്മുടെ കൃഷ്ണനല്ല. അങ്ങനെ ചോദിച്ച പിണറായി വിജയനാണോ നാളെ നമ്മളിവിടെ അയ്യപ്പന്റെ പേര് പറഞ്ഞ് സംഗമം നടത്തിയതിന്റെ പേര് ഹിന്ദുക്കൾ അംഗീകരിക്കുന്നത്? ഈ വലിയ കാര്യം അദ്ദേഹം സംസാരിക്കുന്നില്ല. എന്തായാലും അയ്യപ്പ ധർമ്മത്തിന് വേണ്ടിയുള്ള കൂടിയ ഓരോരുത്തരും
ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചവരാണ്. തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളോടൊപ്പമുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. സ്വാമിയേ ഹരിഹര സുന്ദരേ ഭൂതനാഥനേ ഓം ഹരിഹരസുന്ദരാനന്ദ ഹരിഹരയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പ ശരണയ്യപ്പ ശരണയ്യപ്പ